ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതൊരു ഹാപ്പി വ്ളോഗായിരിക്കും. കാരണം ഒരു 4 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് 4 മണിക്കാണ് ഫ്ലൈറ്റ്. എന്നാലും ഞാൻ വേഗം ഫ്രഷായി എല്ലാം റെഡി ആയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. കാരണം ഫ്ലൈറ്റിൽ തണുപ്പ് എനിക്ക് തീരെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ സ്ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. കുറച്ചൊരു ലൂസായിട്ട് കിടക്കുന്ന സാധനം ഇടാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ലഗേജൊക്കെ കൊടുത്തു. ഞാൻ ഇമിഗ്രേഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ വന്ന സമയത്ത് ആൾക്കാരും കുറച്ച് നല്ല കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ ഭയങ്കര പോസ്റ്റായിരുന്നു. ഞാൻ പിന്നെ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്ന് കളിച്ച് പിന്നെ ഫോൺ കളിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ, ജിതിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് അവർ ഗേറ്റ് ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് ഗേറ്റ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ഗേറ്റ് കൂടെയാണ് ഞങ്ങൾ എൻ്റർ ചെയ്ത്. പിന്നെ പ്ലെയിനിൽ കയറി. എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം 2 സമയത്തും എനിക്ക് വിൻഡോ സൈഡാണ്. അപ്പോൾ 3rd ടൈമും വിൻഡോ സൈഡ് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ കാലിക്കറ്റിനോട് ബൈ ബൈ പറയാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടം വന്നത് കാലിക്കറ്റ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എൻ്റെ ബിരിയാണിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ 30 ലിപ് ഷെയ്ഡ് മാത്രമാണ് ശ്രദ്ധിച്ചത്. ചോദിക്കണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. പിന്നെ ഞാൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാത്രി നല്ല ഭംഗിയാണ് ഗൈസ്, ഇങ്ങനെ ലൈറ്റൊക്കെ കാണുമ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈം പോയി വരുന്ന സമയത്ത് നൈറ്റ് തന്നെ അടുത്തുണ്ടായ ഫ്ലൈറ്റ്. പക്ഷേ അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് പുറത്തെ ഭംഗിയൊന്നും ഞാൻ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഡാർക്കായിട്ട് വന്നുകൊണ്ടിരുന്നു ലൈറ്റ്. പിന്നെ താഴത്തേക്കുള്ളൊന്നും കാണുന്നില്ല. പിന്നെ ക്ലൗഡ് ഉള്ളതുകൊണ്ടാണോ അറിയില്ല, ഒരു പ്ലെയിൻ മാതിരി ബ്ലാക്കായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നെയാണെങ്കിൽ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഞാൻ മറന്നുപോയി മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ബോറടിച്ചു. അപ്പം എൻ്റെ സീറ്റിലൊരു ചെറിയ കുട്ടിയും പിന്നെ ഒരു അച്ഛനായിരുന്നു ഉണ്ടായേ. മൂപ്പര് വീട്ടിൽ നിന്ന് കുറേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ തീറ്റിക്കായിരുന്നു. ബീഫും പൊറോട്ട ഇങ്ങനെ റോൾ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുറേ കഴിഞ്ഞ് പിന്നെ ചിപ്സായി. പിന്നെ ഞങ്ങൾക്ക് ടീ വാങ്ങിച്ചു തന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അതിശയിച്ചു, ഇങ്ങനെയും മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. കാരണം കുറേ ലൈറ്റ് ഇങ്ങനെ കാണുന്ന സമയത്ത് പിന്നെ ലാൻഡ് ചെയ്ത് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴൊക്കെ കുറേ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരുട്ടിലാണ്. എവിടെ എന്നെ കാണണ്ട ഗൈസ്, ഞങ്ങൾ കണ്ടുമുട്ടി. ഇന്ന് വെള്ള റോസാണ് എനിക്ക് സംഗീതം തോന്നുന്നത്. എന്തുകൊണ്ടാണ് വെള്ള റോസ് കൊണ്ടുവന്നത്? സമാധാനം കൊണ്ടുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വെളിച്ചത്ത് കാണാം. ബൈ.